ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം മെയ് 26. ചൂട് ഉയർത്തുക. നീ ജാഗ്രതയുള്ളവനായിരിക്കുക, മാനസാന്തരപ്പെടുക. വെളിപ്പാട് പുസ്തകം 3 അധ്യായം 19 അമേരിക്കയിലെ കൊളറാഡോയിൽ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തെ താപനില പെട്ടെന്ന് മാറും, ചിലപ്പോൾ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ. അതിനാൽ ഉപകരണപ്രേമിയായ എൻ്റെ ഭർത്താവ് ഡാനിയൽ ഞങ്ങളുടെ വീട്ടിലും പരിസരങ്ങളിലുമുള്ള താപനിലയിലെ വ്യത്യാസങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാൻ ഞങ്ങളുടെ വീടിന് ചുറ്റുമുള്ള 4 മേഖലകളിൽ നിന്നുള്ള താപനില കാണിക്കുന്ന ഒരു തെർമോമീറ്റർ വാങ്ങിയത് ആവേശത്തോടെ കാണിച്ചു. ഇത് ഒരു പ്രയോജനമില്ലാത്ത സാധനമാണെന്ന് ഞാൻ തമാശയ്ക്ക് പറഞ്ഞെങ്കിലും ഞാൻ തന്നെ അറിയാതെ പതിവായി അതിൽ താപനില പരിശോധിക്കുന്നത് കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു. അകത്തും പുറത്തുമുള്ള താപവ്യത്യാസങ്ങൾ എന്നെ വിസ്മയിപ്പിച്ചു. വെളിപ്പാട് പുസ്തകത്തിൽ ഉദ്ധരിച്ച 7 നഗരങ്ങളിൽ ഏറ്റവും സമ്പന്നമായ ലവോദിക്കയിലെ ശീതോഷ്ണവാൻ സഭയെ വിവരിക്കുവാൻ യേശു താപനിലയെ ഉപയോഗിച്ചു. തിരക്കേറിയ പണമിടപാട് കേന്ദ്രവും വസ്ത്രവ്യാപാര കേന്ദ്രവും ചികിത്സാ കേന്ദ്രവുമായിരുന്ന ഈ നഗരത്തിലെ ജലവിതരണം ദൂരെയുള്ള ഒരു ചൂട് നീരുറവയിൽ നിന്നായിരുന്നു. അവിടെ നിന്നും ഒരു കനാൽ വഴി വെള്ളം ലവോദിക്കയിലെത്തുമ്പോഴേക്ക് അത് ചൂടും തണുപ്പും അല്ലാത്ത സ്ഥിതിയിലായിരുന്നു. ആ സഭയും അങ്ങനെ ചൂടും തണുപ്പുമില്ലാത്തതായിരുന്നു. യേശു പറഞ്ഞു, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഇങ്ങനെ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല ശീതോഷ്ണവാനാകയാൽ നിന്നെ എൻ്റെ വായിൽ നിന്ന് ഉമ്മിണ്ണു കളയും. ക്രിസ്തു വിശദീകരിച്ചു, എനിക്ക് പ്രിയമുള്ളവരൊക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. ആകയാൽ നീ ജാഗ്രതയുള്ളവനായിരിക്ക, മാനസാന്തരപ്പെടുക. നമ്മുടെ രക്ഷകന്റെ ആഹ്വാനം നമുക്കും ബാധകമാണ്. നിങ്ങൾ ആത്മീകമായി ശീതോഷ്ണ സ്ഥിതിയിലാണോ? ദൈവത്തിൻ്റെ തിരുത്തൽ സ്വീകരിച്ച് ആത്മാർത്ഥതയും തീഷ്ണതയുമുള്ള വിശ്വാസത്തിൽ ജീവിക്കുവാൻ സഹായത്തിനായി യേശുവിനോട് അപേക്ഷിക്കുക. ചിന്തിക്കുക, നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ താപനില എന്താണ്? ദൈവത്തോടുള്ള നിങ്ങളുടെ പ്രതിബദ്ധത ശീതോഷ്ണ സ്ഥിതിയിലുള്ളതാണെങ്കിൽ സ്നേഹത്തിൻ്റെ ഊഷ്ടാവും ഉത്സാഹവും വർദ്ധിക്കുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കില്ലേ? ദൈവത്തിന് മഹത്വം.